ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ബിഗ് ബോസിൽ പുതിയൊരു പ്രോമോ വന്നിട്ടുണ്ട്, ഏഷ്യനെറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ജിൻഡോയും പ്രോമോയും പുറത്തോട്ട് എന്നുള്ളൊരു ഇതാണ് വന്നേക്കുന്നത്. അവർ അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചു. ജിൻഡോ ഗബ്രി പുറത്തോട്ട് വരാമെന്നാണ് ലാലേട്ടൻ പറയുന്നത്. എൻ്റെ ഡയറക്റ്റ് എവിക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് ഭയങ്കര ഒരു സങ്കടമായി പോയി. ജിൻഡോ പുറത്ത് പോകുന്നത് ഭയങ്കര ഒരു ഇതാണ്. ഗബ്രി പിന്നെ നമുക്ക് പറഞ്ഞിട്ട് ഗബ്രി പ്രൊവോക്ക് ചെയ്ത് കാരണമാണ് ജിൻഡോ അത്രത്തോളം പറയാൻ കാരണം. അത് എന്തായാലും അസഭ്യ വാക്കുകൾ നമ്മൾ അവിടെ ഉപയോഗിക്കാൻ പാടില്ല, ശരിയാണ്. അപ്പോൾ അവിടെയുള്ള മത്സരാർത്ഥികളോടെല്ലാം പറയുന്നുണ്ട് അവരുടെ കഴുത്തിൽ ഓരോ മാല ഇട്ട് കൊടുക്കാം. അസഭ്യ വാക്കുകൾ ആരാണോ ഉപയോഗിച്ച് അവരുടെ കഴുത്തിൽ മാല ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓൺ ദ സ്പോട്ട് തന്നെ ലാലേട്ടൻ അവർ രണ്ടുപേരെയും പ്രധാന വാതിലൂടെ പുറത്തിറങ്ങാൻ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്. ലാലേട്ടനും പറയുന്നുണ്ട് എൻ്റെ നേരിട്ടുള്ള എവിക്ഷനാണ്. ബിഗ് ബോസ് ഇവരെ രണ്ടുപേരെയും എലിമിനേഷൻ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് ഭയങ്കര സങ്കടകരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ്. അപ്പം ഇനി സീക്രട്ട് റൂമിലേക്കാണോ അതവർ നേരിട്ട് പുറത്ത് പോയോ എന്താണെന്നൊന്നും കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കറക്റ്റായിട്ടുള്ള നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവർക്ക് ഉള്ള ശിക്ഷ കൊടുത്താണോ എന്താണെന്ന് അറിയില്ല. പുതിയ ആൾക്കാരെല്ലാം കയറുന്നുണ്ട്. അപ്പോൾ അതിൻ്റേത് മുന്നോടിയായിട്ട് അവർ രണ്ടുപേരും പുറത്താക്കിയതാണെന്നാണ് ഇത് വരുന്നത്. അപ്പോൾ എന്തെന്നെയാണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ജിൻഡോയും ഗബ്രിയും പുറത്ത് പോയത് ഭയങ്കര ഒരു ഇതായിട്ടുള്ളൊരു ന്യൂസ് തന്നെയാണ്. പെട്ടെന്നുള്ളൊരു തീരുമാനമാണ്. അപ്പോൾ ജാസ്മിയൊക്കെ പൊട്ടി കരയുന്നുണ്ട്, ഗബ്രി കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അതുപോലെ ജിൻഡോ പുറത്ത് പോകുന്നതിനെ കുറിച്ച് അവിടെയുള്ളവർക്ക് യാതൊരു ഇതും ഉണ്ടായില്ല. ഗബ്രി പോകുന്നതിനായിരിക്കും എല്ലാവർക്കും സങ്കടം. അപ്പോൾ ജിൻഡോയ്ക്ക് അധികം പ്രാധാന്യം ആരും കൊടുത്തിട്ടില്ലല്ലോ. എന്നിരുന്നാലും അവർ തിരിച്ചു വരുന്നുള്ളൂ നമുക്ക് പ്രതീക്ഷിക്കാം. ഗബ്രി പോകുന്നതിനോട് പുറത്തുള്ളവർക്ക് യാതൊരു ഇതും ഉണ്ടായില്ല. പക്ഷേ ജിൻഡോ മറ്റുള്ളവരുടെ മനസ്സിൽ കുറച്ചൊക്കെ ഇടം നേടിയ ഒരാളാണ്. അപ്പോൾ എന്നിരുന്നാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് ഞാൻ കണ്ടപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.